ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക, ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വെച്ചിരുന്നത് ചായക്കല്ല കേട്ടോ. ഇത് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കണ്ട് വെള്ളം വെച്ചിരിക്കുകയാണ്. അത് അത്യാവശ്യം ഒന്നും കണ്ട് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം. തിളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയായിട്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കൽ. അപ്പോൾ പൊടിയൊക്കെ തരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തരിയൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ ഇനി ചുടുവെള്ളം ഒഴിച്ച് കണ്ടതാ ഒന്നിങ്ങനെ ഉണ്ട്, സ്പൂൺ കൊണ്ട് തന്നെ ഒന്നും കൊണ്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. വാട്ടിയെടുക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ ആക്കിയെടുക്കാനും കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലരൊക്കെ വാട്ടിയെടുക്കാമെന്ന് പറഞ്ഞേക്കാം. പിന്നെ സെവനായിട്ട് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നൂൽപുട്ടുണ്ടാക്കൽ ഇതേ രൂപത്തിലാണ്. നന്നായിട്ട് കുഴഞ്ഞിട്ടും ഉണ്ടാവില്ല, അതുപോലെ നല്ല ബലം ഉണ്ടാവില്ല. അത്യാവശ്യം ഒരു പാകത്തിനുള്ള കഴിക്കാൻ ഒരു ഉഷാറാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചുടുവെള്ളമായ കാരണം തന്നെ ആദ്യം തന്നെ സ്പൂൺ വെച്ചിങ്ങാണ്ട് ഒന്നും കൊണ്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്നും കൊണ്ട് കുഴച്ചെടുക്കുക. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളക്കാനായി വരുന്ന സമയത്തേക്ക് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ പാത്രത്തിൽ കണ്ട് ഒഴിച്ചെടുക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ വെള്ളം പാകാക്കിയിട്ട് അങ്ങനെ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ രൂപത്തിലൊന്നും കണ്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വല്ലാതെ കൈ വെച്ചിട്ടൊന്നും കൊണ്ട് തിരുമ്മി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിക്കതാ കറി ഇതുണ്ടാക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ തേങ്ങ അരച്ചിങ്ങാണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജലദോഷം പിടിച്ചിട്ട് ചെറുതായിട്ട് സൗണ്ടിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ക്ഷമിക്കുക കേട്ടോ. നമ്മളെ സൗണ്ടിൻ്റെ പ്രശ്നം നമ്മളെ വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഈ ചെറുപയർ കറി വെക്കുമ്പോൾ ഞാൻ ഇതുപോലെ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടെടുക്കും. പിന്നെ മുളക് പൊടി ഇട്ടെടുക്കില്ല കേട്ടോ. അതിന് പകരം പച്ചമുളക് ചേർത്തിട്ടെടുക്കല. പിന്നെ ഇതിലേക്ക് ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുപയർ ഒറ്റ കണ്ട് കറി അങ്ങനെ ഉണ്ട് വെക്കും. തേങ്ങ അരക്കാതെ വെച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഈ കറി മാത്രം ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് തേങ്ങാപ്പാലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചെറിയവൾക്കും ചെറിയ മോനക്കും തേങ്ങാപ്പാലാണ് ഇഷ്ടം. കറിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എരിവൊക്കെ കുറച്ചിട്ടുള്ളൊരു തേങ്ങ അരച്ച കറിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഒരു വെളുത്തുള്ളി കുത്തിയതും കട്ടെടുത്തുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇനി ഇത് 2-3 വിസിലടിച്ചാൽ നമ്മൾ ചെറുപയറൊക്കെ വേവായി കിട്ടും. അപ്പോൾ ഇന്ന് രാത്രിയിലൊന്നും ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീച്ച് നിസ്കരിക്കാൻ പോണതിന് മുന്നേ ചോറും വന്നപ്പോൾ ചെറുപയർ വെള്ളത്തിലെടുത്ത് വെച്ചിങ്ങാണ്ടാണ് പോയതാണ്. എന്നാലും ചെറുപയർ പെട്ടെന്ന് തന്നെ വേവൊക്കെ ചെയ്യും. അപ്പോൾ അതായത് ഞാൻ സെവനായിലൊക്കെ മാവൊക്കെ ആക്കിയിട്ട് ഇതുപോലെ കണ്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒന്നാകാക്കി എടുക്കുകയല്ല, അതുപോലെ അങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നാക്കിയെടുക്കുകയാണ്. അങ്ങനെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ അതാ ചെമ്പിലൊക്കെ വെള്ളം വെച്ചിട്ട് വെള്ളമൊക്കെ തിളക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓരോ തട്ടും വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം മാവ് നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവില്ല കേട്ടോ. വേറെ രൂപമാണ് ഈ കാലം കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടേനും നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ തട്ടിലൊന്നും അല്ലാതെ ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവിയെടുത്ത് കണ്ട് മാവിൽ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താണ് തട്ടിൽ കേട്ടോ. വണ്ടില ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസം ഞാൻ എല്ലാം ഇങ്ങനെ വലുതാക്കിയിട്ട് തന്നെ എങ്ങനെയുണ്ട് ചുറ്റിച്ചെടുക്കും. ചിലപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കും കേട്ടോ. അപ്പോൾ കുട്ടിയൊക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പല രൂപത്തിലൊക്കെ ഒന്ന് ആക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയറുത വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 വിസിലടിച്ചിങ്ങാണ്ട് ഓഫാക്കിയിട്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയ്ക്ക് ഞാനൊരു നുള്ള വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതും കൂടി ഒഴിച്ചിങ്ങാണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മിക്സിൻ്റെ ചാറ് ചുവറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂസിലാണ് കറി വേണ്ടത്. കുട്ടികൾക്ക് ഇഷ്ടവും അങ്ങനെ തന്നെയാണ് നൂൽപുട്ടിക്കൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ ഉണ്ട് വെന്തിട്ട് ഉടഞ്ഞപ്പോൾ നല്ല ഷാറായിരുന്നു കറി കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒന്ന് ഒരു താളിപ്പും കൂടി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ മസാലക്കറി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചെറുപയർ വെക്കുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചിങ്ങാണ്ട് അങ്ങനെയും കറിയാക്കി എടുക്കും. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ തിരക്കും പടിയും ഒക്കെ ആണ് തീർന്നിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആവണത്
ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ധൃതിയില്ല കേട്ടോ, അപ്പോൾ നേരെ വൈകിട്ട് മതി തന്നെ. അപ്പോൾ പിന്നെ ആ കത്തിയിൽ തന്നെ കറി ആയതിൻ്റെ ശേഷം പിന്നെ ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. ഇന്ന് മോൻക്ക് നേരത്തെ പോകണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം. കറി ഒന്നും കൂടെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കറി റെഡി ആക്കണം. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, വയ്യാത്ത കാരണം തന്നെ. പിന്നെ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് ചിലപ്പോൾ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കര പൊറുതേടാണ് കേട്ടോ. നമ്മൾ ചെയ്യണൊരു സംഭവം ചെയ്യാതിരിക്കുമ്പോഴും ഭയങ്കര ഇടങ്ങാറ് തന്നെ. പിന്നെയാണെങ്കിൽ ഫോൺ അതിൻ്റെ ഇടയിലൊന്ന് കംപ്ലൈൻറ്റ് ആയിരുന്നു, ഡിസ്പ്ലേ പോയിട്ട്. പിന്നെ ശരിയാക്കി പിന്നെ അതിൻ്റെ ശേഷം കേട്ടോ വീഡിയോ എടുക്കണം. വലിയ ക്ലിയറിലും ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഫോണിൽ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. ബെസ്റ്റ് ഒരു വീഡിയോ ഇതിലുണ്ടതിന് പിന്നെ സേവ് ആവില്ല കേട്ടോ വീഡിയോ. നമ്മൾ എഡിറ്റ് ചെയ്ത് സേവ് ആക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ സ്പേസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ പഴയ ഫോണിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതാ ചെറുപയറൊക്കെ താളിപ്പൊക്കെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഈ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഫോണ് നീച്ച് വന്നിട്ട് പിന്നെ ഓളെ മുഖമൊക്കെ കഴുകി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾ വലിയ കടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എളുപ്പം നൂൽപുട്ട് എടുത്തുകൊണ്ട് അതിക്ക് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം കുടിക്കോട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാ ഇപ്പോൾ കറിയൊക്കെ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, അതിൻ്റെ 3/4 ഭാഗത്തോളം നല്ല ഉഷാറിൽ കഴിച്ചിട്ടാണ് നൂൽപുട്ടായ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഓള് വായൊക്കെ തന്നെ വെച്ച് നോക്കൂല. വേണ്ടില്ല, നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ലേ. അപ്പം പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് ചോറൊക്കെ വെന്ന് റെഡിയായിട്ടുണ്ട്. ഞാനിതാ മൂടിച്ചെടുത്തിട്ട് ഇനി കറി വെക്കുന്നത് മത്തിയാണ് കേട്ടോ. അയിലാന്ന് പറഞ്ഞ് മത്തിയാണ്, കുറച്ച് വലുപ്പമുള്ള മത്തിയാണ്. നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നാക്കിയിട്ട് ഇന്നലെ രാത്രി നന്നാക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് നന്നാക്കി വെക്കും. പിന്നെ ഇങ്ങനെ ഈ പണീൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ കറിക്ക് വെക്കാൻ വേണ്ടി ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് 2 തക്കാളിയും 2-3-4 പച്ചമുളകും കൂടി ഇട്ടുകാണ്ട് അടുപ്പത്ത് വെച്ചെടുത്താണ്. അപ്പോൾ ആ ചൂടുള്ള അടുപ്പത്തിട്ട് പിന്നെ തീ കത്തിച്ചെടുത്തതാണ്. അപ്പോൾ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ ഇനി കറി റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മീനൊക്കെ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അടുപ്പത്തേക്ക് തന്നെ കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ തേങ്ങയും മസാലയും കൂടി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണെന്ന്. എന്നും മത്തിയൊക്കെ ആകുമ്പോൾ മുളക് കറിയല്ല ഉണ്ടാക്കൽ. അപ്പോൾ വലിയ മത്തി കണ്ടപ്പോൾ ഒരു പൂതിയിട്ട് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മസാല അരച്ച് കറി വെച്ചാൽ നല്ല രസം തന്നെയാണ് കേട്ടോ മീൻ. അപ്പോൾ അത്യാവശ്യം നല്ല മീനൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നന്നാ പുതിയതാണെന്നൊന്നും അറിയില്ല, ഞാൻ വലിയ ചീഞ്ഞിട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത മീനായിരുന്നു. തേക്ക് കുറച്ചത്തെ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ 2 ഇരുമ്പമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ടോ. അത് തിളക്കുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ അതിക്കും ഇരുമ്പൻപുളി അധികം പുളിയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം വലിപ്പം ഉണ്ടായാലും എന്നാലും അധികം പുളിയില്ല. അപ്പോൾ എന്നാലും മീൻ കറിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടായപ്പോൾ പിന്നെ കിട്ടിയപ്പോൾ പിന്നെ അതും കൂടി ഇട്ടെടുത്തതാണ്. അപ്പോൾ അതിട്ടാലൊന്നും പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ പുളിങ്ങ തന്നെ പിഴിഞ്ഞ് വയ്ക്കണം കേട്ടോ. പിന്നെ അത് ചെറുതായിട്ടുള്ളൊരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3-4 ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്തി ഇതുപോലെ തേങ്ങ ഒക്കെ അരച്ചിട്ട് കറി വെക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനങ്ങനെ കറിയൊന്നും വെക്കലില്ല കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള കറി ഏറെ മുളക് കറിയുണ്ട് വെക്കൽ. അപ്പോൾ ഈ വലിയ മത്തി കണ്ടപ്പോൾ ഒരു പൂതിയിട്ട് തേങ്ങ മസാല അരച്ച് കറി വെക്കാൻ. അപ്പോൾ ഈ അരക്കണേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർത്തുകൊണ്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല രുചി മണം കേട്ടോ. അതിൻ്റെ സ്മെല്ലിങ്ങനെ വരുമ്പോൾ തന്നെ തിളച്ച സമയത്ത് നല്ലൊരു സ്മെല്ല്. അപ്പോൾ അതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് നന്നായി തിളച്ചിട്ട് ഇറക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കറി രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ കറിക്ക് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ട് താളിപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി. അതായത് ഒരു തോരൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 4 മത്തി ഉണ്ടായിരുന്നു, അത് പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്നത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുന്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടന്ന് മയങ്ങിയിട്ടാണ്. പിന്നെ അത് വൈകുന്നേരം ചായക്ക് ഞാനൊരു കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ വിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇനി ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കൂട്ടിയിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ മോള് ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ചായ കൊടുന്നേരാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ, ഓളെ കാണുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ പറയാം വീഡിയോ എടുക്കുന്നുണ്ട് എന്നെ കാണും ഇവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായി കണ്ട് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.